ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്കൻഡ് ടൈം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 നോക്കാം. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് എ പെരിമീറ്റർ 30 cm ആൻഡ് സൈഡ്സ് ഓഫ് ലെങ്ത് ഇൻ ദ റേഷ്യോ 1:2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് ദ സെയിം പെരിമീറ്റർ ഡ്രോ അനദർ റെക്ടാങ്കിൾ വിത്ത് സൈഡ്സ് ഇൻ ദ റേഷ്യോ 2:3. കാൽക്കുലേറ്റ് ദ ഏരിയാസ് ഓഫ് ദ ടു റെക്ടാങ്കിൾ. വിച്ച് റെക്ടാങ്കിൾ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ഏരിയ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അപ്പോൾ റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണെന്ന് പറഞ്ഞത്? 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ എത്രയാണ്? 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ റേഷ്യോ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1:2 ആണ്. സൈഡ്സ് 1:2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഒന്നും തന്നിട്ടില്ല. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. പക്ഷെ തന്നത് എന്താണ്? പെരിമീറ്ററാണ്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2l+b ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതാണ് 30 cm. 2 × l+b. ഇതാണ് പെരിമീറ്ററിൻ്റെ ഫോർമുല. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടി അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താണ് ഈ ഒരു പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2l+b = 30 cm ആണ്. അപ്പോൾ l+b എന്ന് പറയുമ്പോൾ 30/2. അതായത് ഇവിടെയുള്ള 2 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആവും. 30/2. അപ്പോൾ 50. l+b എന്ന് പറയുന്നത് 50 ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് രണ്ടിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. അപ്പോൾ നമുക്ക് 15 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 15 നിന്ന് ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂട്ടാം. അതായത് 15നെ 3 പാർട്ടാക്കിയാൽ അതിലൊരു പാർട്ടാണ് ഈ ലെങ്ത്ത് എന്ന് പറയുന്നത്, രണ്ടാമത്തെ പാർട്ടാണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 15നെ ഇവിടെ മൊത്തത്തിൽ 3 പാർട്ടാണുള്ളത്. അപ്പം 15നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 5 കിട്ടി. അപ്പോൾ ഇതിൽ 15 നമ്മൾ 1:2. അപ്പോൾ 15/3 എന്ന് പറയുമ്പോൾ ഒരു പാർട്ട് കിട്ടി, അതായത് 5. അപ്പോൾ 1 എന്ന് പറയുന്നത് 5 ആണ്. 2 എന്ന് പറയുന്നത് 2 × 5, ദാറ്റ് ഈസ് 10. അപ്പോൾ 5ഉം 10ഉം ആണ് നമ്മുടെ ലെങ്ത്തും ബ്രെഡ്ത്തും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് കൺസ്ട്രക്റ്റ് ചെയ്യുക. ലെങ്ത്തുള്ള നമ്മൾ 5 cm ലെങ്ത്ത്, 10 cm ബ്രെഡ്ത്ത്, അങ്ങനെ നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള നമ്മൾ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യന് എന്താണ്? വിത്ത് ദ സെയിം പെരിമീറ്റർ ഡ്രോ ദ റെക്റ്റാങ്കിൾ വിത്ത് ദ സൈഡ്സ് ഓഫ് ഇൻ ദ റേഷ്യോ 2:3. ഇനി 2:3 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30 cm ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 30 cm ആണ്. ഓക്കെ. പെരിമീറ്റർ എന്ന് പറയുന്നത് 30 cm ആണ്. അപ്പം p = 30 cm. അപ്പോൾ 2l+b ദാറ്റ് ഈസ് 30 cm. l+b = 30/2 ദാറ്റ് ഈസ് 50 cm. ഓക്കെ. ഇനി നമുക്ക് 2:3 ആണല്ലേ. 2:3 ആണ്. അപ്പം 2:3. അപ്പോൾ ഇവിടെ 5 ആണ്. 2ഉം 3ഉം 5 ആണ്. അപ്പോൾ 15നെ നമുക്ക് 5 പാർട്ടായിട്ട് നൽകിയാൽ നമുക്ക് 3 ആണ് കിട്ടുക. അപ്പോൾ 2 പാർട്ട് എന്ന് പറയുമ്പോൾ 2 × 3 ദാറ്റ് ഈസ് 6. 3 പാർട്ട് എന്ന് പറഞ്ഞാൽ 3 × 3 ദാറ്റ് ഈസ് 9. 6:9 ആണ്. അപ്പോൾ അതിനനുസരിച്ച് ലെങ്ത്തും ബ്രെഡ്ത്തും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും കണക്കാക്കിയിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുക. ആദ്യം നമ്മൾ ലെങ്ത്ത് വരയ്ക്കുക, പിന്നെ ബ്രെഡ്ത്ത് വരയ്ക്കുക. ഓക്കെ. അപ്പോൾ കൺസ്ട്രക്ഷൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പം നിങ്ങളെ മെയിനായിട്ട് ഇതിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയും വേണം. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ അതിനോടനുബന്ധിച്ചിട്ട് തന്നിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ ഏരിയാസ് ഓഫ് 2 റെക്റ്റാങ്കിൾസ്. വിച്ച് റെക്റ്റാങ്കിൾ ഹാസ് ഗ്രേറ്റസ്റ്റ് ഏരിയ? അപ്പോൾ ഇതിൻ്റെ റെക്റ്റാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഏരിയ എന്ന് പറയുന്നത് എന്താണ്? l/b ആണ്. ഏരിയ എന്ന് പറയുന്നത് l/b ആണ്. l എന്ന് പറയുന്നത് ആദ്യത്തേത് എത്രയായിരുന്നു? 5ഉം അതേപോലെ തന്നെ 10ഉം ആണ്. 5 × 10 ദാറ്റ് ഈസ് 50. ഇനി രണ്ടാമത്തേത് മീറ്റർ സ്ക്വയർ. രണ്ടാമത്തെ റെക്റ്റാങ്കിൾ, സെക്കൻഡ് റെക്റ്റാങ്കിൾ a = l/b. അത് എത്രയായിരുന്നു? അത് നമുക്ക് കിട്ടിയിരിക്കുന്നത്
9x6 ആയിരുന്നു അല്ലേ, 9x6 അപ്പോൾ 54 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ കൂടുതലുള്ളത് രണ്ടാമത്തെ റെക്റ്റാങ്കിളിനാണ്. അപ്പോൾ ആൻസർ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇത് 30 പെരിമീറ്ററാണ് ആദ്യം നമുക്ക് തന്നത്, അത് 30 സെൻറ്റിമീറ്ററാണ്. അതിൽ നിന്ന് നമ്മൾ L+B 15 എടുത്തു. 15 നമ്മൾ 3 പാർട്ടാക്കി. അതിലൊരു പാർട്ട് 5ഉം രണ്ടാമത്തെ പാർട്ട് എത്രയാണ് 10ഉം ആണ്. അതേപോലെ തന്നെ 2:3 ആണ് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ. അപ്പം നമ്മൾ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 2 × 3 6, 3 × 3 9. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തി. പിന്നെ നമ്മൾ രണ്ട് റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ കണ്ടു. അതായത് L×B, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതും നമുക്ക് കിട്ടി. അതിൽ ഗ്രേറ്റസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്, 54 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. കാൽക്കുലേറ്റ് 512 divided by 64 as the power of 2. You write half of 2 raised to 10 as a power of 210 as a power of 2. Calculate 27 by 243 as powers. അപ്പോൾ ആക്ടിവിറ്റി 7 നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലായില്ല. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ 512നെയും 64നെയും ആദ്യം നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. നമ്മൾ 512നെ ഫാക്ടറൈസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് 2 കൊണ്ട്, അപ്പം 2, അതേപോലെ തന്നെ 5 6, ഇത് നമ്മൾ 2 കൊണ്ട് വീണ്ടും 1 2 8. ഓക്കെ, വീണ്ടും 2 64, വീണ്ടും 2 എത്രയാണ് 32. അപ്പോൾ 2 പിന്നെ എത്രയാണ് 16. ഓക്കെ, ഇനി 2 എന്ന് പറയുന്നത് 8, 2 എന്ന് പറയുന്നത് 4, 4 എന്ന് പറയുന്നത് പിന്നെ നമ്മളിങ്ങനെ ഫാക്ടർ ചെയ്തു. അപ്പോൾ നമുക്ക് 2 എത്ര കിട്ടി, 1 2 3 4 5 6 7 8 9. അപ്പോൾ 512 എന്ന് പറയുന്നത് എത്രയാണ്, 2⁻9. ഓക്കെ, ഇനി അടുത്ത നമ്മളുടെ എന്താണ്, നമുക്ക് 64നെ കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ 64ഉം ഫാക്ടറൈസ് ചെയ്യാണ്. 64 നമ്മൾ 2 കൊണ്ട് ഫാക്ടർ ചെയ്തു, 32 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 16 കിട്ടി, അഗെയിൻ 2 8 കിട്ടി, അഗെയിൻ 2 4 കിട്ടി, അഗെയിൻ 2 കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ 64ൻ്റെ. അപ്പോൾ നമുക്ക് 64ൻ്റെ പവറായിട്ട് എഴുതാം 1 2 3 4 5 6. അതായത് 2 × 2 × 2 × 2 × 2 × 2. അപ്പം 2⁻6. ഓക്കെ, അപ്പം നമുക്ക് രണ്ടിൻ്റെയും പവർ കിട്ടി. ഒന്ന് 2⁻9ഉം ഒന്ന് 2⁻6ഉം. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മളോട് ഡിവിഷൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം 512 divided by 64 ഇത് എത്രയാണ്, 2⁻9 divided by 2⁻6. ഇങ്ങനെ ഡിവിഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. 2⁻9 - 6. അപ്പോൾ 9 - 6 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 2⁻3. ഓക്കെ, അപ്പോൾ 2 × 2 × 2 ദാറ്റ് ഈസ് 2 × 2 4, 4 × 2 8. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്, 2⁻3 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. റൈറ്റ് half of 210 as power of 2. അപ്പോൾ half of 210, സെക്കൻഡ് ക്വസ്റ്റ്യൻ half of 2⁻10 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2⁻10ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2⁻10 divided by 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞത് പവേഴ്സ് ആയിട്ടാണ്. അപ്പോൾ 2 ഇങ്ങനെ ഡിവിഷൻ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്, പവർ 1 ആണ്. അപ്പോൾ 2⁻10 - 2⁻1, 2⁻9 ആണ് കറക്റ്റ് ആൻസർ. ഇതൊരു പിന്നെ മസ്റ്റായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് 27 divided by 243. അത് നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പവർ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് 27 divided by 243. ഓക്കെ, 27 എന്ന് പറയുന്നത് എത്രയാണ്, 27 എന്ന് പറയുമ്പം നമുക്ക് ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ദാറ്റ് ഈസ് 1. അപ്പം 3 × 3 ആണ്. 243 എന്ന് പറയുന്നത് എത്രയാണ്,
ഇനി ഇവിടെ 243 എന്ന് പറയുന്നത് എത്രയാണ്? 243 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് 81 കിട്ടി. 81 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 27. 27 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 9. 9 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 3. 3 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ 243 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 3 റൈസ് ടു 5. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് 27 ഡിവൈഡഡ് ബൈ 243. ഇവിടെ 27 നമുക്ക് എന്താണ്? 27 എന്ന് പറയുന്നത് 3 റൈസ് ടു 3 ആണ്, 3 റൈസ് ടു 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് താഴത്തേക്ക് വരണം അല്ലേ? അതായത് മേലെ ഏറ്റവും ചെറിയ സംഖ്യയാണ്, താഴെ ഏറ്റവും വലിയ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ചെയ്യുക എന്താണ്? 1/3 റൈസ് ടു 5 മൈനസ് 3 റൈസ് ടു 3. അപ്പോൾ നമ്മൾ 1/3 റൈസ് ടു 2, അതായത് 5 3 മൈനസ് ചെയ്ത് 3 സ്ക്വയർ, അതായത് 1/9 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അത് എന്തുകൊണ്ടാണ് 1 എന്ന് വന്നത് മനസ്സിലായല്ലോ, അത് മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് അടുത്തത് എന്താണ്? അടുത്തത് വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 ഡിഫറെൻറ്റ് prime numbers? What is the greatest common factor of 2 different? പിന്നെ അത് can the largest common factor 2 composite numbers be 1? അപ്പോൾ ഈ 2 ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ലാർജസ്റ്റ് കോമൺ ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്? അതെന്താണ്? ആൻസർ 1 ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇപ്പം 3 എടുക്കുക. 3 എന്ന് പറയുമ്പോൾ 1ഉം 3ഉം അല്ലേ? 5 എന്ന് പറയുമ്പോൾ 1 5, 7 എന്ന് പറയുമ്പോൾ 1 7 അല്ലേ? അപ്പോൾ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 1 ആണ്. ഓക്കെ, ക്യാൻ ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 കോമ്പോസിറ്റ് നമ്പേഴ്സ് ബി 1? അത് എന്തായാലും ആവില്ല, നോ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഒരുപാട് വീഡിയോസ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.